ഒരു ഗ്രാമത്തിലെ ചെറിയൊരു ആശുപത്രി. രാവിലെ 8:30 മണി ആയതേയുള്ളൂ. ഒത്തിരി പ്രായമായ ഒരാൾ ഓടിക്കിതച്ചെത്തി. അയാൾ ഡോക്ടറുടെ മുന്നിലേക്ക് കൈ നീട്ടിവെച്ചു. കയ്യിലൊരു തുന്നലുണ്ട്. അതെടുക്കേണ്ട ദിവസമാണിന്ന്. സാറേ, ഇത് പെട്ടെന്ന് എടുക്കുവോ? എനിക്ക് 9 മണിക്ക് ഒരിടത്ത് എത്താനുള്ളതാണ്. അയാളുടെ ദയനീയ ഭാവം കണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടർ തുന്നലെടുക്കാൻ ആരംഭിച്ചു. ഡോക്ടർ ചോദിച്ചു, എവിടേക്കാ ഇത്ര തിടുക്കത്തിൽ? 9 മണിക്ക് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അയാൾ പറഞ്ഞു. വേറെ ഡോക്ടറെ ആരെങ്കിലും കാണിക്കാനാണോ? ഡോക്ടർ വീണ്ടും ചോദിച്ചു. അയാൾ പറഞ്ഞു, അല്ല, നഴ്സിംഗ് ഹോമിലേക്കാണ്. അവിടെ എൻ്റെ ഭാര്യയുണ്ട്. അവളോടൊപ്പം ചായ കുടിക്കാനാണ്. 9 മണി കഴിഞ്ഞാൽ അവിടെ കേറ്റില്ല. ഭാര്യയ്ക്കെന്താ അസുഖം? ഡോക്ടർ വീണ്ടും ചോദിച്ചു. ഓർമ്മ മാഞ്ഞുപോകുന്ന അസുഖമില്ലേ, അതാ. നിങ്ങൾ ചെന്നില്ലെങ്കിൽ അവർ ചായ കുടിക്കില്ലേ? അതിനെ അവൾക്കെന്നെ അറിയില്ലല്ലോ. ഓർമ്മ മുഴുവനും ഇല്ലാതായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇത്ര ധൃതിപ്പെട്ടു പോകുന്നത്? നിങ്ങൾ ചെന്നില്ലെങ്കിലും അവർ ചായ കുടിക്കുമല്ലോ. തുന്നൽ അഴിച്ചെടുത്ത് ഡോക്ടർ ചോദിച്ചു. വിങ്ങിയ മുഖത്തിൽ ഡോക്ടറുടെ കൈ കൂട്ടിപ്പിടിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, മോനെ, എന്നെ അവൾക്കറിയില്ല എന്നേ ഉള്ളൂ. അവളെ എനിക്ക് നന്നായി അറിയാമല്ലോ. പാഞ്ഞു പോകുന്ന അയാളെ നോക്കി നിന്ന ഡോക്ടറുടെ മനസ്സും വിതുമ്പി. 800 കോടിയിലധികം മനുഷ്യരുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അതിലൊരാളുടെ ചിന്തയിലെങ്കിലും നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പ്രകാശപൂർണമാവുക തന്നെ ചെയ്യും. ശുഭദിനം.